ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കഷായം തന്നു. ഗ്രീഷ്മ കഷായം തന്നു, റൂട്ടീൻ തന്നു, അപ്പം ചതിച്ച് തന്നു അവർ പറഞ്ഞിട്ടുണ്ട്. അവളെ ചതിച്ച് പ്രമേയത്തിലൂടെ ചതിച്ചാണല്ലോ കൊലപ്പെടുത്തിയത്. പ്രണയത്തെ തന്നെ കൊന്നു കൊലവിളിച്ച ഗ്രീഷ്മ അല്ല കഷായ ഗ്രീഷ്മ ഇപ്പോൾ ജയിലിറയ്ക്കുള്ളിലായി. 2022 ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്ന കേസിലെ പ്രതിയാണ് ഈ ഗ്രീഷ്മ. ഇപ്പോൾ 2.5 വർഷത്തിനിപ്പുറം പോലീസ് കുറ്റപത്രം നെയ്യാറ്റിൻകര കോടതിയിൽ സമർപ്പിക്കുകയും ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് പ്രോസിക്യൂഷന് സംശയാസ്പദമായി കോടതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞ സാഹചര്യത്തിൽ ഈ ഗ്രീഷ്മയെ അട്ടക്കുളങ്ങര ജയിലിലേക്കും അമ്മാവനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്കും ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ ഷാരൂണിൻ്റെ ചേട്ടനോടും സുഹൃത്തുക്കളോടും ചോദിച്ചിട്ട് വരാം. ഇവൾക്ക് ഇന്ത്യ നിയമപരമായിട്ട് നല്ല ശിക്ഷ കിട്ടണം. നാളെ ശിക്ഷ എന്ന് പറയണം, നല്ല ശിക്ഷ കിട്ടണം. കാരണം അത്രയും ഒരു വിഷമമുണ്ട്. കേട്ടോ ഇതിനെ കേട്ടായിരുന്നു? കേട്ടായിരുന്നു. നീ ഇയാളിപ്പം പിന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കണ്ട വ്യക്തിയല്ലേ താങ്കൾ? അപ്പൊ എങ്ങനെയായിരുന്നു ഷാരൂൺ? അവൻ നല്ല ക്ഷീണതനായിരുന്നു, നല്ല വയ്യാണ്ട് 2-3 വട്ടം ഛർദ്ദിച്ചു. അപ്പോൾ പച്ചവെള്ളാർ പോയപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയത്. അപ്പോൾ അവൻ ഗ്രീഷ്മയുടെ വീട്ടിൽ നിന്ന് കഷായം തന്നു, ഗ്രീഷ്മ കഷായം തന്നു, റൂട്ടീൻ തന്നു, അപ്പം ചതിച്ച് തന്നു അവർ പറഞ്ഞിട്ടുണ്ട്. അല്ല തന്നെ പറഞ്ഞായിരുന്നു? അന്ന് തന്നെ പറയാം. അവൻ വയ്യാണ്ടായിരുന്നു, ആ ക്ഷീണതയിലും അവൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ഈ പെണ്ണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്നാണ് പറഞ്ഞത്? എന്ത് ചെയ്യാൻ ആ സമയത്ത് എന്നോട് പറഞ്ഞില്ല എന്ത് ചെയ്യണം. അല്ലാതെ ബ്രേക്കപ്പായ കാര്യം പറഞ്ഞു. പിന്നെ അവളായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് മിണ്ടിയതും പറഞ്ഞിട്ടുണ്ട്. ആസൂത്രണം ചെയ്ത് അവൾ കൊലപ്പെടുത്തിയ ഇത് ഇയാളാണോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട്? ഞാൻ അവൻ്റെ വീട്ടിലേക്കാണ് ആക്കിയത്. ഹോസ്പിറ്റലിൽ വീട്ടിൽ അന്ന് വൈകുന്നേരം ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അവൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് അപ്പൂപ്പൻ്റെ വീട്ടിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വിധിയിൽ തൃപ്തരാണ്, അന്വേഷണത്തിൽ തൃപ്തരാണ് പോലീസിൻ്റെ? അന്വേഷിച്ച് പോലീസ്. ഷാരൂണിൻ്റെ അമ്മ വന്നിട്ടുണ്ടോ? എവിടെയോ? ഇവിടെ വന്നിട്ടില്ല. അച്ഛനിപ്പോൾ അവസ്ഥ? അച്ഛനും വയ്യാണ്ട് ഒരു സൈഡായിട്ട്. തീർച്ചയായിട്ടും തൃപ്തരാണ്. കോടതി വിധിയെ ഇപ്പോൾ ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 1-ാം പ്രതിക്ക് 4 വകുപ്പുകളാണ് ചോദിക്കുന്നത്. അതിൽ ഞങ്ങൾ തൃപ്തരാണ്. അതുപോലെ തന്നെ 3-ാം പ്രതി അമ്മാവനെയും തെളിവ് നശിപ്പിക്കലാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ്. അമ്മയെ വെറുതെ വിട്ടു. ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ കുഴപ്പമില്ല. ഇപ്പോൾ കോടതി വിധിയെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കും. ഈ ഗ്രീഷ്മയിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടായിരുന്നു ഈ ഷാരൂണിന്? അതെ, തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അവള് വിശ്വസിപ്പിച്ചിരുന്നു എന്നാണ്. ആദ്യ അറ്റംപ്റ്റ് നടന്നപ്പോഴും യാതൊരു സംശയവും തോന്നിയില്ല? അത് തോന്നിയില്ല. കാരണം അവളുടെ ഒരു അഭിനയം എല്ലാം അങ്ങനെയായിരുന്നു. പ്രണയത്തിൻ്റെ രക്തസാക്ഷി എന്നാണ് അന്വേഷണ ഉദ്ദേശം കോടതി പറഞ്ഞിരിക്കുന്നത്. അതെന്ത് പറയാനുള്ളത്? അതെ, അങ്ങനെയാണ്. കാരണം അവളെ ചതിച്ച് പ്രമേയത്തിലൂടെ ചതിച്ചാണല്ലോ കൊലപ്പെടുത്തിയത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ ഒക്ടോബർ 14 ശേഷം ഹോസ്പിറ്റലിൽ 11 ദിവസം കിടന്നപ്പോഴും ഗ്രീഷ്മയെ പറ്റിയുള്ള ഷാരൂണിൻ്റെ അഭിപ്രായം എന്താ? അവസാനമാണല്ലോ ഇത് പറയുന്നത്? അതെ, അവസാനം അവൻ മരിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവന് മനസ്സിലായ അന്ന്, അതായത് 22-ാം തീയതിയാണ് അവനിങ്ങനെ സംഭവിക്കുമെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോഴാണ് പപ്പ രാവിലെ അവനെ ക്ലീനാക്കാൻ പോയപ്പോഴത്തേക്കും പപ്പയുടെ എല്ലാം പറഞ്ഞത്. ഈ ഗ്രീഷ്മ നേരത്തെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരുന്നു വീട്ടുകാർക്കൊക്കെ? അല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്, വീട്ടിൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അനിയൻ പറഞ്ഞിട്ട് തുടക്കത്തിൽ മുതൽ. ഈ 11-ാം തീയതിക്ക് ശേഷം അവൾ ഹോസ്പിറ്റലിൽ കാണാൻ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, അവൾ വന്നിട്ടില്ല എന്ന് മാത്രമല്ല, എല്ലാം മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോ കാര്യങ്ങൾ ഞങ്ങളെ മാറ്റിവിടാനായിട്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ അമ്മാവൻ്റെ അറിവോട് തന്നെയാണോ ഇത്? അതോ അമ്മാവൻ തെളിവ് ഇത് അതിന് ശേഷം പറഞ്ഞതാണോ? ഈ ചെയ്തതിന് ശേഷം? ഇല്ല, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയട്ടെ. അതിനൊക്കെ അതിനകത്ത് സംശയങ്ങളൊന്നുമില്ല? ഇല്ല, ഞങ്ങൾക്ക് ഇവർ രണ്ടുപേരുടെ ഇൻവോൾവ്മെൻറ്റ് ഉള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. ആധികാരികമായിട്ട് അവർ പറഞ്ഞു. അപ്പോൾ നാളെ വിധി വരുമ്പം പരമാവധി ശിക്ഷ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു? തീർച്ചയായിട്ടും. അതിൻ്റെ ഭാഗമായിട്ട് അത് കോടതി വിലയിരുത്തി അത് ശരിയാണ് എന്ന് കോടതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെതിരെ നമുക്ക് എല്ലാവർക്കും അറിയാം. അവർക്ക് അത് സുപ്രീം കോടതി വരെ ചലഞ്ച് ചെയ്ത് പോയതാണ്. സുപ്രീം കോടതി വരെ പോയിട്ടും അതിനെ അവർക്ക് തിരിച്ച് ട്രയൽ കോടതി വരികയും ട്രയൽ കോടതി അംഗീകരിച്ചുകൊണ്ട് നല്ലൊരു വിജയമാണ് നൽകിയത്. അതുപോലെ നമ്മൾ അന്വേഷണം നടത്തിയിട്ടാണ് പ്രാഥമിക മുഴുവൻ അന്വേഷണം നടത്തി ഏകദേശം 1 വർഷത്തോളം ആ പെൺകുട്ടിയുടെ കോടതികളിൽ പോയി അതിൽ തടഞ്ഞു നിർത്താൻ മാക്സിമം ശ്രമിക്കുകയും എന്നാൽ നമുക്കത് കസ്റ്റഡിയിൽ കിടന്ന് അപ്പോഴത്തേക്ക് അയാളുടെ ആ പ്രതിക്കെതിരെ നമുക്ക് ട്രയൽ നടത്താൻ പറ്റിയില്ല. എങ്കിൽ പോലും നമുക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. പക്ഷേ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ടീം വളരെ നല്ല രീതിയിൽ അന്വേഷണം നടത്തി പ്രോസിക്യൂഷൻ ഏൽപ്പിച്ച് വിനീത് സാർ അദ്ദേഹം അത് വളരെ കമ്മിറ്റഡ് ആയിട്ട് വർക്കൗട്ട് ചെയ്ത് മാക്സിമം ശിക്ഷ പ്രതിക്ക് വാങ്ങിക്കൊടുക്കാൻ കിട്ടുമെന്നുള്ളതിനാണ് പൂർണ്ണമായ വിശ്വാസം. പിന്നെ കൂടാതെ നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ ഷാജഹാൻ
അതുപോലെ തന്നെ നമ്മുടെ അൽബിൻ, സതീശൻ, ജില്ലാൽ, കടപ്പുറം തുടങ്ങിയ നമ്മുടെ പാറശാല CA സജികുമാർ, ഇങ്ങനെ പല ഇവരെല്ലാവരും ഇതിനകത്ത് ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയും കൂട്ടായും എന്നാൽ ആത്മാർത്ഥമായ ശ്രമം കൊണ്ട് നല്ലൊരു ശിക്ഷ കിട്ടുമെന്നാണ് നമുക്ക് ഉറപ്പാണ്. അതിനുള്ള എല്ലാ ഞാൻ ചാർജ് കൊടുത്തതിൽ നിന്നും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്ന് കുറച്ച് വിശ്വസിക്കും. നാളെ ശിക്ഷാവിധിക്കുള്ള അന്തിമ വാദമാണ്. എന്താണ് പ്രോസിക്യൂഷൻ വാദം ഉന്നയിക്കുന്നത്? പരമാവധി പ്രോസിക്യൂഷന്റെ കാരണം തെളിവുകൾ ഇപ്പോൾ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ശ്രീ രാസിദ് പറഞ്ഞതുപോലെ വളരെയധികം ചാലഞ്ചസ് നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഈ കാപ്പിക്ക് എന്ന വിഷം കൊന്നു എന്ന് പറയുമ്പോഴും വിഷാംശം ഷാരൂണിന്റെ ശരീരത്തിൽ നിന്നോ വസ്ത്രത്തിൽ നിന്നോ ഒന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വളരെ വലിയൊരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ, അതായത് ആദ്യ ഘട്ടങ്ങളിൽ അന്വേഷണം നടത്തിയ ശ്രീ ജോൺസന്റെയും പിന്നീട് അന്വേഷണം ഏറ്റെടുത്ത ശ്രീ സുൽഫിക്കറിൻ്റെയും അതുപോലെ തന്നെ അന്തിമ ഘട്ടത്തിൽ ചാർജ് കൊടുക്കുമ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നടത്തിയ ശ്രീ രാസിത്തിൻ്റെയും. അപ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച് ഇതിനകത്ത് വളരെ ഇഫക്റ്റീവായിട്ട് എഴുതിയ SI ഷാജഹാനും ഒക്കെ ഇതിനകത്ത്, അതായത് ചുരുക്കി പറഞ്ഞാൽ പാറശാല CI സജി ഇവരുടെയൊക്കെ ഒരു കൂട്ടായിട്ടുള്ള നല്ല ഒരു പ്രവർത്തനം, ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അതിൻ്റെ ഒരു വൻ വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത്. അവർ കളക്ട് ചെയ്ത് തന്ന തെളിവുകൾ അത് ഉചിതമായിട്ട് എനിക്ക് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ കഴിയുകയും വിഷാംശം ശരീരത്തിലോ വസ്ത്രത്തിലോ അല്ലെങ്കിൽ വിസറയിലോ ഒന്നും തന്നെ ഷാരോണിൽ നിന്ന് കണ്ടെത്തിയില്ല എങ്കിലും അത് വളരെ വിദഗ്ധമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളിലൂടെയും വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായങ്ങളിലൂടെയും അതിന് ഹോസ്ബലകമായിട്ടുള്ള മറ്റ് ശാസ്ത്രീയ തെളിവുകളും സാഹചര്യ തെളിവുകൾ. കാരണം ഈ ഒരു കേസിൽ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു ദൃക്സാക്ഷിയോ ഒന്നും തന്നെ ഇല്ല. കാരണം 14/2022 ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞ ശേഷം 10 മണിയോടെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് 20 മിനിറ്റോളം അതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിന് യാതൊരു സാക്ഷിമൊഴികളുമില്ല. പുറത്ത് ഇറങ്ങി വരുമ്പോൾ പച്ച നിറത്തിൽ ഛർദ്ദിച്ചുകൊണ്ട് വരുന്നത് മാത്രമാണ് ഇതിനകത്ത് രണ്ടാം സാക്ഷി റെജിൻ കാണുന്നത്. അതിനുശേഷമുണ്ടായ കാര്യവും റെജിനോട് അവൾ ചതിച്ചു എന്ന് പറയുന്ന മൊഴിയിൽ നിന്ന് തുടങ്ങുന്ന കാര്യമാണ് പിന്നെ അവസാനത്തെ തെളിവുകൾ എത്തുന്നത് വരെ ഉണ്ടായ സാഹചര്യ തെളിവുകൾ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റ് എവിഡൻസുകളുമൊക്കെ കൂടുതൽ വരുന്ന നാളെ ഇത് വിധി വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം. താങ്ക് യു.